അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ഹബീബിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു വാക്കിനെ കുറിച്ചാണ്. കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. പക്ഷെ ഈ ഒരു ചെറിയ വാക്കിന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ട് ഖുർആൻ പഠിക്കണം, ഹിഫ്ള് പഠിക്കണം, നിസ്കാരം ശരിയാക്കണം, തഹജ്ജുദ് തുടങ്ങണം, മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കണം, ശരീരം ശ്രദ്ധിക്കണം, നല്ലൊരു മുസ്ലിമെ ആവണം, നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കണം. നമ്മൾ പലതും തുടങ്ങും. ഒരു ദിവസം, രണ്ടു ദിവസം, അഞ്ചു ദിവസം, പിന്നെ എന്തെങ്കിലും സംഭവിക്കും. ഒരു ദിവസം മിസ്സാവും. പിന്നെ നമ്മളെ മനസ്സിനെ പറയും, ഇനി എന്തിനാണ്, ഞാൻ വീണ്ടും ഫെയിലായിന്ന്, ഞാൻ വീണ്ടും പരാജയപ്പെട്ട്. അവിടെയാണ് നമ്മൾ നിർത്തുന്നത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദിവസം നിങ്ങൾ മിസ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ യാത്ര അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം. ഒരു വലിയ മാറ്റമൊന്നും വേണ്ട, ചെറിയൊരു തുടക്കം മതി. നമ്മൾ പലപ്പോഴും കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ കാരണം ലേസിനെസ് ആണെന്ന് കരുതും. പക്ഷെ ചിലപ്പോഴും പ്രശ്നം മടിയല്ല, നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അധികം പ്രതീക്ഷിക്കുന്നതാണ്. ദിവസം 1 മണിക്കൂർ ഖുർആൻ ഓതണം. ദിവസവും 12 റക്അത്ത് തഹജ്ജുദ് വേണം. അല്ലെങ്കിൽ ദിവസവും 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ദിവസവും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ വലിയ ടാർഗറ്റ് വെക്കും. അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതാവും. അള്ളാഹു നമ്മളോട് പറയുന്നത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരു ആത്മാവിനും അതിന്റെ കഴിവിനപ്പുറം ഭാരം ചുമത്തുന്നില്ല. അതുകൊണ്ട് 10 മിനിറ്റ് ഖുർആൻ ആണെങ്കിലും അത് മതി. 10 മിനിറ്റ്. ഒരു പേജ് ആണെങ്കിലും ഒരു പേജ്. ഒരു നിസ്കാരത്തിലെങ്കിലും ഖുശൂ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും മെച്ചപ്പെടും. സ്മോൾ ഈസ് നോട്ട് മീനിങ്ലെസ് എന്നാണ്. ചെറിയൊരു അമല് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയതായേക്കാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ചെറുതായാലും സ്ഥിരമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അമൽ എന്ന് പറയുന്നത് അത് കുറവായാലും സ്ഥിരമായി ചെയ്യുന്ന അമലാണ് എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് നീ എത്ര വലിയ അമല് ചെയ്തു എന്നതിൽ മാത്രമല്ല, നീ തുടർന്നോ എന്നതും പ്രധാനമാണ്. ഒരു ദിവസം 5 ജുസ് വായിച്ചു, പിന്നെ 20 ദിവസം ഖുറാന് തുറക്കാതിരിക്കുന്നതിനേക്കാൾ ദിവസം ഒരു പേജ് ഓതുന്നത് എത്രയോ മനോഹരമാണ്. ഒരു ദിവസം വളരെയധികം ദിക്റ് ചൊല്ലി പിന്നെ നിർത്തുന്നതിനേക്കാളും ദിവസം കുറേശ്ശെ ദിക്റ് ചൊല്ലുന്നത് എത്ര വിലപ്പെട്ടതാണ്. ഞാൻ വീണ്ടും പരാജയപ്പെട്ടു എന്ന് പറയുന്നവരോട്, എൻ്റെ പ്രിയ ഹബീബിങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എത്ര തവണ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല, എത്ര തവണ റീസ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഖുർആൻ പഠിക്കാൻ തുടങ്ങി, നിർത്തി, വീണ്ടും തുടങ്ങി, വീണ്ടും നിർത്തി, വീണ്ടും തുടങ്ങി. അപ്പോ നമ്മുടെ മനസ്സ് പറയാം, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരത ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, നീ ഇപ്പോഴും തിരികെ വരുന്നു എന്ന് തന്നെ അള്ളാഹു നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെ പ്രതീക്ഷയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കരുണയിൽ നിങ്ങൾ നിരാശരാകരുത്. അതുകൊണ്ട് മിസ്സായ ഒരു ദിവസം എന്നുള്ളത് ഒരു പരാജയമല്ല. നമ്മൾ ഒരു ദിവസം ചെയ്തിട്ടില്ല, അതിനുശേഷം തിരികെ വരാതിരിക്കുന്നതാണ് അപകടം. ഓർക്കുക, നെവർ മിസ് ട്വൈസ്. 2 ദിവസം നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസം നഷ്ടപ്പെട്ടോ, കുഴപ്പമില്ല, ശരി, അടുത്ത ദിവസം വീണ്ടും തുടങ്ങാം. അതുപോലെ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കരുത്. 4-മത്തെ പോയിന്റ്, പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻസി, സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം തികഞ്ഞവളായിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ്. എൻ്റെ ഹബീബിങ്ങളെ, നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് ക്ഷീണമുള്ള ദിവസങ്ങൾ ഉണ്ടാവും, ഒരു താല്പര്യമില്ലാത്ത മൂഡില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവും, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, ഫാമിലിയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളെ എനർജി വളരെ കുറവായ ദിവസങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾക്ക് ഊർജ്ജം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മളെ മനസ്സ് തകർന്നിരിക്കും.
അത്തരം ദിവസങ്ങളിൽ വലിയ അമല് ചെയ്യാൻ കഴിയാതിരിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്? മിനിമം വേഴ്സൺ ചെയ്യാം. 1 മണിക്കൂർ ഖുർആൻ ഓതാൻ കഴിയില്ലേ? 5 മിനിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, എനിക്ക് എത്രയൊക്കെ സമയമില്ലെങ്കിലും, എത്രയൊക്കെ മോശം ദിവസമാണെങ്കിലും ഞാൻ ഒരു 5 മിനിറ്റ് കണക്റ്റ് ആയിരിക്കും. ഞാൻ ഇത് ഇത്ര സമയമെങ്കിലും ചെയ്യും. 1000 സ്വലാത്ത് ചെല്ലുന്ന ആളെ, ഓക്കെ, എനിക്ക് വിഷമമുള്ള ദിവസം അല്ലെങ്കിൽ കഴിയാത്ത ദിവസം ഞാൻ ഒരു 50 സ്വലാത്തെങ്കിലും ചെല്ലും. ഈ രീതിയിൽ 1000 ദിക്റ് കഴിയില്ലേ? ഒരു 100. ഒരു ലോങ് ആയിട്ട് ഒരുപാട് പഠിക്കാൻ കഴിയുന്നില്ലേ? വേണ്ട, ഒരു 10 മിനിറ്റ് പഠിക്കാൻ സമയം കണ്ടെത്തുക. വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാം. കാരണം കുറച്ചെങ്കിലും ചെയ്യാം, പക്ഷെ നിർത്തരുത്. അഞ്ചാമത്തെ കാര്യം, മോട്ടിവേഷൻ കാത്തിരിക്കരുത്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, മൂഡ് വന്നാൽ ചെയ്യും, മോട്ടിവേഷൻ വന്നാൽ ഖുർആൻ പഠിക്കും, മൈൻഡ് ശരിയായാൽ നിസ്കാരം ശ്രദ്ധിക്കും. പക്ഷെ ജീവിതം മുഴുവനും മോട്ടിവേഷനും കാത്തിരുന്നാലേ നമ്മളെ സ്വപ്നങ്ങൾ പലതും പൂർത്തിയാവാൻ പോകുന്നില്ല. ആക്ഷൻ ഈക്വൽ ടു മോട്ടിവേഷൻ എന്നാണ്. ആക്ഷനിലൂടെയാണ് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അതിലൂടെയാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടേണ്ടത്, പ്രചോദനം കിട്ടേണ്ടത്. ആദ്യം തുടങ്ങും, ചെറിയൊരു ആക്ഷൻ എടുക്കുക, ചെറിയൊരു തുടക്കം, ഒരു പ്രവർത്തനം. പിന്നെ മനസ്സിന് അതിന്റെ ടേസ്റ്റ് കിട്ടും. ഒരു പേജ് ഖുർആൻ ഓതിയാല്, ഇന്ന് ഞാൻ ഖുർആൻ ഓതി എന്നുള്ള ഒരു സന്തോഷം വരും. അത് നാളത്തെ ആക്ഷന് കൂടുതൽ ശക്തിയാവും. ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടാക്കാം. ശരിക്കും ഈ സ്ഥിരതയുടെ ഒരു സീക്രട്ട് ആണിത്. വെൻ എന്നുള്ളത് തീരുമാനിക്കുന്നത്, എപ്പോൾ ചെയ്യണം. എനിക്ക് ഖുർആൻ ഓതണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സ്ഥിരത കിട്ടണമെന്നില്ല. എനിക്ക് എന്നും രാവിലെ 10 മിനിറ്റ് എന്റെ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഖുർആൻ ഓതും. എന്നും സ്ഥിരമായിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ഇന്ന സമയം ഞാൻ 10-15 മിനിറ്റോ ഫിക്സ് ചെയ്യുക, ഇത്ര ടൈം ഖുർആൻ ഓതും. ഈ രീതിയിൽ നമുക്ക് എന്താണോ സ്ഥിരമായിട്ട് നിലനിർത്തേണ്ടത് അതിന്റെ ടൈം സെറ്റ് ചെയ്യാം. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഖുർആൻ പഠിക്കണം എന്നതിനുപരി ഫജർ കഴിഞ്ഞ ഖുർആൻ പഠിക്കും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലും എന്നതിന് പകരം, അല്ലെ, വെറും ദിക്ർ ചൊല്ലണം എന്നതിന് പകരം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ ദിക്ർ ചൊല്ലും. ഡെയിലി എനിക്ക് തിരിഞ്ഞു നോക്കണം എന്നതിന് പകരം ഇഷ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ മുഹാസബ ചെയ്യും. ഞാൻ ഇന്നത്തെ ഡയറി എഴുതി വെക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള ഇന്ന് ഇഷ കഴിഞ്ഞാൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും. ഒരു ഹാബിറ്റ്, ഒരു ശീലം മറ്റൊരു ശീലത്തിനോട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്ഥിരത എളുപ്പമാവും. നിന്റെ സമയം എവിടെയാണ് പോകുന്നത്? ഒരു ഒത്തിരി സമയം നിശബ്ദമായിട്ട് ഇരുന്നൊന്ന് സ്വയം ചോദിക്കാം, എന്റെ ഒരു ദിവസം എവിടെയാണ് പോകുന്നത്? ഖുർആനിന് 10 മിനിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ കിട്ടുന്നില്ല, പക്ഷെ മൊബൈലിൽ ഒരു 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദിക്റിന് സമയമില്ല, പക്ഷെ സ്ക്രോളിങ്ങിന് സമയമുണ്ട്, റീൽസ് കാണാൻ സമയമുണ്ട്, ഷോർട്സ് കാണാൻ സമയമുണ്ട്, വീഡിയോകൾ കാണാൻ സമയമുണ്ട്. പഠിക്കാൻ സമയമില്ല, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം നോക്കാൻ സമയമുണ്ട്. ഇത് കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാ പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ, ല്ലേ, കാലത്തെ സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് പണം മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ ജീവിതം, നമ്മുടെ എനർജി, നമ്മുടെ യൂത്ത്. അതുകൊണ്ട് മൊബൈൽ എടുത്ത് തുറക്കുന്നതിന് മുമ്പ് എനിക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ പഠിക്കാം. ഇതിൽ എനിക്ക് എന്ത് ഉപകാരമുള്ള കാര്യമാണുള്ളത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ പരിസ്ഥിതി മാറ്റാം. നമുക്ക് സ്ഥിരത വേണമെങ്കിൽ നമ്മളെ ചുറ്റുപാടും അതിന് സഹായിക്കണം. അല്ല, ഖുർആൻ ഓതണം എന്നുണ്ടെങ്കിൽ ഖുർആൻ കാണുന്നിടത്ത് വെക്കുക. ദിക്ർ ചൊല്ലണമെന്നുണ്ടെങ്കിൽ തസ്ബീഹ് സമീപത്ത് വെക്കുക. പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റഡി സ്പേസ്, പഠിക്കാനുള്ള ഇടം തയ്യാറാക്കുക. അവിടെ എപ്പോ വേണേലും പോയിരുന്ന് പഠിക്കാവുന്ന രീതിയിൽ. മൊബൈല് ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ, മൊബൈലിലാണ് ഇതിനൊക്കെയും പ്രശ്നക്കാരനെന്നുണ്ടെങ്കിൽ അതിൽ വരണം നോട്ടിഫിക്കേഷൻ, മെസ്സേജിന്റെ ട്യൂണ് ഓഫ് ചെയ്തിടുക. മൊബൈൽ ദൂരെ വെക്കുക. നമ്മൾ പഠിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ കിടക്കുന്നതിന്റെയോ അടുത്ത് വെക്കാതിരിക്കാം. നമ്മുടെ എൻവിറോൺമെന്റ് പലപ്പോഴും നമ്മുടെ വിൽ പവറിനേക്കാൾ ശക്തമാണെന്നാണ്. നമ്മുടെ പരിസ്ഥിതി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്ഥിരതയുള്ളവരായി മാറുന്ന.
സ്വയം കുറ്റപ്പെടുത്താതെ, 9-ാമത്തെ പോയിന്റ്, സ്വയം കുറ്റപ്പെടുത്താതെ റീസ്റ്റാർട്ട് ചെയ്യും. എന്റെ സഹോദരിമാരെ, നീ കഴിഞ്ഞ മാസം നഷ്ടപ്പെടുത്തിയ സമയം തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല. ഇന്നലെ ചെയ്ത തെറ്റ് മാറ്റാനും കഴിയൂല. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ, യാ അല്ലാ, ഇന്ന് മുതൽ ഞാൻ വീണ്ടും തുടങ്ങുന്നു എന്ന് പറയാം. അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അള്ളാഹു യുഹിബ്ബുൽ തവ്വാബിൻ. അല്ലെ, ഇന്ന അള്ളാഹ യുഹിബ്ബുൽ തവ്വാബിൻ. തീർച്ചയായും അള്ളാഹു നിരന്തരം പാശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ സ്നേഹിക്കുന്നു. തിരികെ വരുന്നത് വീക്ക്നെസ് അല്ല, നിരന്തരം പാശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ. തെറ്റുപറ്റാം, പക്ഷെ വീണ്ടും വീണ്ടും പാശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളത് ഒരു മുസ്ലിമയുടെ സ്ട്രെങ്ത് ആണ്. അപ്പം നമ്മളെ ഈ കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ ബലമാണ് നിരന്തരം പാശ്ചാത്തപിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. 10-ാമത്തെ പോയിന്റ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവള് ദിവസം 5 പേജ് പഠിക്കുന്നുണ്ട്, അവള് തഹജ്ജുദ് മുടക്കാറില്ല, അവള് ഹിഫ്ള് പൂർത്തിയാക്കി, അവള് ഭയങ്കര ചിട്ടയിലാണ്, എന്നിട്ട് നമ്മൾ നമ്മളെ താഴ്ത്തും. പക്ഷേ അള്ളാഹു നിനക്കും അവൾക്കും ഒരേ റൂട്ടല്ല തന്നിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ വേറെയാണ്. നമ്മളെ ഓരോരുത്തരെയും ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ് വേറെയാണ്. നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേറെയാണ്. അതുകൊണ്ട് ഇന്നത്തെ നിന്നെ ഇന്നലത്തെ നിന്നെയുമായിട്ട് കമ്പയർ ചെയ്യാം. ഇന്നലെ ഞാൻ ഇങ്ങനെയായിരുന്നു, അതിനേക്കാളും ഇന്ന് മെച്ചമുണ്ട്, അൽഹംദുലില്ലാ. ഇന്നലെ ഞാൻ 0 ആയിരുന്നെങ്കിൽ ഇന്ന് 1 അൽഹംദുലില്ലാ. അതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളിൽ നിന്ന് താരതമ്യപ്പെടുത്താതെ നമ്മൾ നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാം. 11-ാമത്തെ കാര്യം, നീയത്ത് പുതുക്കും. കൺസിസ്റ്റൻസി വെറും ഡിസിപ്ലിൻ അല്ല. സ്ഥിരത എന്ന് പറയുന്നത് വെറും അച്ചടക്കം മാത്രമല്ല, നീയത്ത് കൂടിയാണ്. ഖുർആൻ എന്തിനു പഠിക്കുന്നു? ആളുകളെ അറിയാൻ വേണ്ടിയിട്ടാണോ? ആളുകളെ പറയാൻ വേണ്ടിയിട്ടാണോ? സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ നല്ലവനാകാൻ വേണ്ടിയിട്ടാണോ? അല്ല, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനോട് അടുത്താകാന്. റസൂലുള്ള പറഞ്ഞു, പ്രവർത്തികൾ ഉദ്ദേശങ്ങളെ ആശ്രയിച്ചാണെന്നല്ലേ. അതുകൊണ്ട് ഓരോ ദിവസവും പറയാം, യാ അല്ലാഹ്, ഞാൻ ഇത് നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നീയത്ത് ശരിയാവുമ്പോ ചെറിയ അമല് പോലും ഇബാദത്താകുന്നു. 12-ാമത്തെ കാര്യം, ബാഡ് ഡേയ്സിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും. കൺസിസ്റ്റൻസി എന്നത് എല്ലാവരും എല്ലാ ദിവസവും ഒരേ എനർജി അല്ല. ചില ദിവസങ്ങളിൽ നമ്മൾ എനർജറ്റിക് ആവും, ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിട്ടാവും. അപ്പം നമ്മൾ 2 പ്ലാൻ ഉണ്ടാക്കണം. ഒന്ന് ഗുഡ് ഡേ പ്ലാൻ, നല്ല ദിവസത്തിൽ ചെയ്യണ്ടേ, 30 മിനിറ്റ് ഖുറാന്, ഹിഫ്ള്, ദിക്ർ, സ്റ്റഡി, എക്സസൈസ്, വീട്ടിലെ കാര്യങ്ങൾ, ക്ലീനിങ്, വാഷിംഗ്, ഇങ്ങനെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം. 2-ാമത്തെ പ്ലാന്, എനിക്ക് ക്ഷീണമുള്ള, ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളിൽ. അപ്പം 30 മിനിറ്റ് ഖുർആൻ എന്നുള്ളത് ഒരു 5 മിനിറ്റ് ഖുർആൻ, ഹിഫ്ള്, ദിക്റുകൾ എന്നുള്ളത് ഒരു മിനിമം ദിക്റെങ്കിലും. നിസ്കാരം ഒരു നിർബന്ധ നിസ്കാരം ശ്രദ്ധയോടെ നിസ്കരിക്കും. സുന്നത്ത് ഒഴിച്ചാലും ഫർളില് നോ കോംപ്രമൈസ്. 5 മിനിറ്റ് റിഫ്ലക്ഷൻ. ഇങ്ങനെ ചീത്ത ദിവസമാണെങ്കിലും അല്ലെങ്കിൽ വിഷമങ്ങളുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇന്നൊന്നും ചെയ്യൂല എന്ന് പറയരുത്. മറിച്ച് ഇന്ന് എന്റെ മിനിമം വേർഷൻ, എന്നെ കൊണ്ട് കഴിവില്ല ഏറ്റവും മിനിമം ആയിട്ട് ലെവലിൽ ഞാൻ ചെയ്തു തീർക്കും എന്ന് പറയാം. 13-ാമത്തെ കാര്യം, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം. ഓരോ ദിവസവും ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഓരോ ദിവസവും ഞാൻ ഖുർആൻ ഓതി, നിസ്കരിച്ചു, ദിക്ർ ചൊല്ലി, ഹിഫ്ള് പഠിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മളെ ഒരു ദിവസം ചെയ്യാനുള്ളത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ടിക്ക് ചെയ്യാം. ഒരു ദിവസം മിസ്ഡ് ആണെങ്കിൽ അത് കണ്ടിട്ട് നിരാശപ്പെടരുത്. അടുത്ത ദിവസം റീസ്റ്റാർട്ട് ചെയ്യാം. നിന്റെ നോട്ട്ബുക്ക് നിന്റെ ഗിൽറ്റ് ബുക്ക് ആക്കാതെ മാറ്റാം. എന്ന് വെച്ചാൽ നോട്ട്ബുക്ക് കാണുമ്പോൾ ഓക്കെ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളല്ലോ എന്ന കുറ്റബോധം ഉണ്ടാക്കാനല്ല, മറിച്ച് മോട്ടിവേഷൻ കിട്ടാനാണ്. ഓക്കെ, ഞാൻ ഇന്നലത്തേലും കൂടുതൽ ഇന്ന് ചെയ്തിട്ടുണ്ട്, ഇതിനേക്കാൾ നന്നായിട്ട് നാളെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കുറെ ദിവസം ഇത്ര കൂടുതൽ ചെയ്തിരുന്നു, ഇപ്പം കുറവാണ്, അപ്പൊ ഞാൻ വീണ്ടും മുന്നോട്ട് പോകണം. ഇങ്ങനെ ഗ്രോത്ത് ബുക്ക് ആക്കിയിട്ട് മാറ്റാം. നമുക്ക് വളരാനുള്ള ബുക്ക് ആക്കിയിട്ട് ആ നോട്ട്ബുക്കിനെ മാറ്റാം. 14-ാമത്തെ കാര്യം, ഡെയിലി മുഹാസബ. ഇഷ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സ്വയം ചോദിക്കാം, ഞാൻ അള്ളാഹുവിനോട് അടുത്തോ അതോ അകന്നോ? ഇന്ന് ഞാൻ എന്റെ സമയം എങ്ങനെയാണ് ഉപയോഗിച്ചത്?
ഇന്ന് ഞാൻ എന്ത് നന്മ ചെയ്തു, നാളെ ഒരു കാര്യം മാത്രം മെച്ചപ്പെടുത്തണമെങ്കിൽ അതെന്താണ്? അള്ളാഹു പറയുന്നു, ഓരോ ആത്മാവും നാളേക്കായി എന്താണ് മുന്നോട്ട് അയച്ചതെന്ന് നോക്കട്ടെ എന്ന്. ഇതിനാണ് മുഹാസബ എന്ന് പറയുന്നത്. സ്വയം വെറുക്കലല്ല, സ്വയം തിരുത്തല്. ഒന്നും കൂടി കേൾക്കാം. ഓരോ ആത്മാവും നാളേക്കായി എന്താണ് മുന്നോട്ട് അയച്ചതെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് ചെയ്തു വെച്ചതെന്ന് നോക്കട്ടെ എന്ന്. നാളേക്കായി മീൻസ് ആഖിറത്തിലേക്കായിട്ട് നമ്മളൊക്കെ എന്താണ് ചെയ്തു വെച്ചത് എന്നുള്ളത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ ആഖിറത്തിൽ എനിക്ക് എന്തൊക്കെ അവിടെ കാണാൻ കഴിയും? ഞാൻ എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആഖിറത്തിന് വേണ്ടിയിട്ട്? സ്വയം ചോദിച്ചു നോക്കാം. ഐഡന്റിറ്റി മാറ്റും. എനിക്ക് ഖുർആൻ പഠിക്കണം എന്നതിന് പകരം ഞാൻ ഖുർആൻ പഠിക്കുന്ന മുസ്ലിമയാണ് എന്നുള്ള രീതിയിൽ, എനിക്ക് നിസ്കാരം ശരിയാക്കണം എന്നുള്ളതിന് പകരം എന്റെ നിസ്കാരം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എനിക്ക് ഡിസിപ്ലിൻ ആകണം എന്നതിന് പകരം ഞാൻ ഡിസിപ്ലിൻ ഉള്ള ജീവിതം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് പറയുന്ന ഈ വാക്കുകൾ നമ്മളെ മനസ്സിനെ ഷേപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ റിസൾട്ടിന് പകരം ഐഡന്റിറ്റി മാറ്റാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഹിഫ്ള് പഠിക്കുന്ന ആളാണ്, അള്ളാഹുലേക്ക് അടുക്കുന്ന ആളാണ്. 16ാമത്തെ പോയിന്റ്, ദുആ ഇല്ലാതെ കൺസിസ്റ്റൻസി പൂർണ്ണമാവൂല. അല്ലെ? നമ്മുടെ ശക്തി മാത്രം മതിയാവില്ല, അള്ളാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ദിവസവും ഈ ദുആ ചൊല്ലാം. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അള്ളാഹുവേ, നിന്നെ ഓർക്കാനും നിന്നോട് നന്ദി കാണിക്കാനും നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കാനും എന്നെ സഹായിക്കണമേ. ഒന്നും കൂടി. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഓക്കെ, നമ്മുടെ ഈ ഒരു ദുആ നമ്മുടെ ദിവസത്തിന്റെ ഒരു ഭാഗമാക്കാം. 17ാമത്തെ കാര്യം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുക. ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല കൂട്ടുകാരെ കണ്ടെത്തും. ഒരുമിച്ച് ഖുർആൻ പഠിക്കുക, ഒരുമിച്ച് ഗോൾസ് ട്രാക്ക് ചെയ്യുക. ഒരാൾ വീണാൽ മറ്റൊരാള് കൈ പിടിക്കട്ടെ. അള്ളാഹു പറയുന്നുണ്ട് സത്യസന്ധരോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. നമ്മളെ ഗോൾസ്, നമ്മളെ ആഗ്രഹം വേറൊരാളോടും കൂടി പറയാം. അപ്പം ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും അല്ലെ, നിങ്ങളെ ഇന്ന് എത്ര ചെയ്തു, ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത്. നമ്മളെ ചുറ്റുവട്ടം നമ്മളെ സ്ഥിരതയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സ്മോൾ വിൻസ് കാണാൻ പഠിക്കൂ, ചെറിയ വിജയങ്ങളെ കാണാൻ പഠിക്കുക. ഇന്ന് നീ ഒരു പേജ് ഓതിയോ? അൽഹംദുലില്ലാ. ഇന്ന് നീ നിസ്കാരം സമയത്ത് നിർവഹിച്ചു? അൽഹംദുലില്ലാ. ഇന്ന് മൊബൈൽ 30 മിനിറ്റ് കുറവാണോ നോക്കിയത്? അൽഹംദുലില്ലാ. ഇന്ന് ദേഷ്യം വന്നപ്പോൾ കൺട്രോൾ ചെയ്തോ? അൽഹംദുലില്ലാ. നമ്മൾ പലപ്പോഴും വലിയ അച്ചീവ്മെന്റ് മാത്രം നോക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന വഴി ആയിരക്കണക്കിന് ചെറിയ ചുവടുകളാണ്. 19ാമത്തെ കാര്യം, സബറ് പഠിക്കും. കൺസിസ്റ്റൻസിക്ക് പേഷ്യൻസ് വേണം. ഒരു ദിവസം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം എന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരതയ്ക്ക് എപ്പോഴും ക്ഷമ വേണം. ഒരു ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവില്ല, ഒരാഴ്ച കൊണ്ട് നമ്മളെ നഫ്സ് മാറൂല, ഒരു മാസം കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ല. പക്ഷേ ഓരോ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പ്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അതിൽ നമ്മൾ ഉൾപ്പെടാം. അതുകൊണ്ട് പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇനി 20ാമത്തെ പോയിന്റ്, അള്ളാഹുവിൽ തവക്കൽ. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എഫേർട്ട് ചെയ്യാം, നമ്മൾ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തുടരുക എന്നുള്ളത്, അതുപോലെ വീണാൽ എഴുന്നേൽക്കുക എന്നുള്ളത്. അല്ലെ? റിസൾട്ട് ആരെ ഏൽപ്പിക്കാം? അള്ളാഹുവിനെ ഏൽപ്പിക്കാം. നമ്മളെ ജോലി ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുക, തുടരുക, വീണാൽ എഴുന്നേൽക്കുക, അള്ളാഹുവിൽ തവക്കൽ ചെയ്യാം. നമ്മൾ വിത്ത് നടും, വെള്ളം കൊടുക്കും, പരിചരിക്കും, പക്ഷെ മരം വളർത്തുന്ന ആരാണ്? അള്ളാഹുവാണ്. അതുപോലെ നമ്മൾ അമല് ചെയ്യും, ശ്രമിക്കും, ദുആ ചെയ്യും, നമ്മുടെ ഹൃദയം മാറ്റുന്നത് അള്ളാഹുവാണ്. ഇപ്പൊ എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കാം, ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാം കുറച്ച് സമയത്തേക്ക്.
നിങ്ങളെ ജീവിതത്തിൽ പല തവണ തുടങ്ങിയും നിർത്തിയും ചെയ്ത ഒരു കാര്യം ഓർക്കുക. അത് ഖുർആനാകാം, നിസ്കാരാവാം, ഹിഫ്ളാകാം, ഒരു ആഗ്രഹം ആവാം, ഒരു സ്വപ്നമാവാം, ഒരു ശീലമാവാം. ഓർത്തോ? നിങ്ങളെ ജീവിതത്തിൽ പലതവണ തുടങ്ങിയും നിർത്തിയും ചെയ്ത ഒരു കാര്യം ഓർത്തോ? ഞാൻ എന്തുകൊണ്ടാണ് നിർത്തിയത്? സ്വയം ഒന്ന് ചോദിക്കാം. പിന്നെ ഇന്ന് ഞാൻ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ചെറിയ സ്റ്റെപ്പ് എന്തായിരിക്കും? ഞാൻ എൻ്റെ സ്വപ്നം നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്? അത് വളരെ ചെറുതായിരിക്കട്ടെ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു പേജ്, ഒരു നിസ്കാരം കൂടുതൽ ശ്രദ്ധയോടെ, ഒരു ചെറിയ ശീലം. പക്ഷേ ഇന്ന് തന്നെ തുടങ്ങും. ന്യൂ സർക്കിൾ കൺസിസ്റ്റൻസി ഫോർമുല എന്നുള്ളത് സ്മോൾ ആക്ഷൻ, ഫിക്സ്ഡ് ടൈം, സിൻസിയർ നിയ, പവർ, റീസ്റ്റാർട്ട്, തവക്കല്. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ചെറിയ പ്രവർത്തനം, അതിന് നിശ്ചിത സമയം, ആത്മാർത്ഥമായ നിയത്ത്, ക്ഷമ, വീണ്ടും തുടങ്ങാനുള്ള പ്രേരണ, അള്ളാഹുവിൽ തവക്കല്. ഇതെല്ലാം കൂടി ചേർന്നതാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷേ ഒരു ദിവസം എടുത്ത ചെറിയൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ പെർഫെക്റ്റ് ആവും എന്ന് പറയണ്ട, പകരം ഞാൻ നിർത്തൂല എന്ന് പറയാം. വീണാലും ഞാൻ എഴുന്നേൽക്കും, മിസ് ആയാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും, സ്ലോ ആയാലും ഞാൻ മുന്നോട്ട് പോകും. കാരണം എനിക്ക് എന്റെ റബ്ബിലേക്ക് അടുത്തെത്തണം, എന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തണം. ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങൾ പലതവണ തുടങ്ങുകയും നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ദൗർബല്യങ്ങൾ നിനക്കറിയാം, ഞങ്ങളുടെ മനസ്സിലെ സ്ട്രഗിൾസ് നിനക്കറിയാം, ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച കണ്ണീര് പോലും നിനക്കറിയാം. യാ അള്ളാഹ്, ഞങ്ങളെ ഞങ്ങളിലേക്ക് വിട്ടുകൊടുക്കരുതേ, ഞങ്ങളെ ഞങ്ങളിലേക്ക് തരരുതേ. അള്ളാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. ഖുർആനോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കണമേ. നിസ്കാരത്തിനോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ അമലുകൾ ഞങ്ങൾക്ക് സ്ഥിരത നൽകണമേ. വീഴുമ്പോഴെല്ലാം വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി നൽകണമേ. ഞങ്ങളുടെ ചെറിയ അമലുകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമയം ബർക്കത്തുള്ളതാക്കണമേ. ഞങ്ങളുടെ നഫ്സിനെ ശുദ്ധീകരിക്കണമേ. അവസാന ശ്വാസം വരെ നിന്നെ ആരാധിക്കുന്നവരായി ഞങ്ങളെ സ്വീകരിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനമായിട്ട് പറയാനുള്ളത്, കുറച്ച് ചെയ്യുക പക്ഷെ നിർത്തരുത്. സ്ലോ ആയാലും മുന്നോട്ട് തന്നെ പോവുക, വീണാലും റീസ്റ്റാർട്ട് ചെയ്യുക, അള്ളാഹുവിനെ പിടിച്ചു നിൽക്കുക. അള്ളാഹു നിങ്ങളെ കൈവിടൂല. ഇൻഷാ അല്ലാ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ചെറിയ പ്രവർത്തികൾ, ആത്മാർത്ഥമായ നിയത്ത്, ക്ഷമ, സ്ഥിരത, ഇതാണ് ഒരു ജീവിതത്തിന്റെ ബർക്കത്ത് എന്നുള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ബർക്കത്തിനെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷമുള്ള ജീവിതവും ഇഹലോകത്തും പരലോകത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടവര് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്കറിയാവുന്നതാണ് ആരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് അയക്കാം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാം. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇൻഷാ അല്ലാ എല്ലാവരുടെ ദുആയിൽ ഞാനും ഉൾപ്പെടുമെന്ന് കരുതുന്നു. ആരൊക്കെ ഇത്രയും സമയം കേട്ടു എന്നുള്ളത് അറിയിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.